മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖാണ് എല്ലാവർക്കും. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വീഡിയോ എന്നുള്ളത് അറിയാം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മളുടെ ഫേസ് ആണ് അല്ലേ. നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് ക്രീംസും അതും ഇതും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറേ നമ്മൾ ഫേസ് പാക്ക് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ അതുപോലെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു അവയവമാണ് നമ്മളുടെ കൈയും കാലുകളും എന്ന് പറയുന്നത്. കാലുകൾ നോക്കിയിട്ടാണ് ഒരു സ്ത്രീയുടെ ആണെന്നുണ്ടെങ്കിലും പുരുഷന്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെ വൃത്തി നമ്മൾ കണക്കാക്കാന്ന് പറയാറുണ്ട്. പഴമക്കാരാണെന്നുണ്ടെങ്കിലും പലതരം കാര്യമാണ് അവളുടെ, അല്ലെങ്കിൽ അവൻ്റെ കാലോട്ടം നോക്കുക, അപ്പോൾ അവന് വൃത്തി ഉണ്ടോ എന്ന് അറിയാം നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ ഫേസ് പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു അവയവമാണ് നമ്മളുടെ കൈയും കാലും. അപ്പോൾ കൈയിൻ്റെയും കാലിൻ്റെയും ഡ്രൈനെസ് മാറാനായിട്ടും അതുപോലെ തന്നെ നല്ല വൈഡനിങ് ആയിട്ടിരിക്കാൻ, നല്ല വൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഇപ്പം ചില സൺ ടാൻ ഒക്കെ വന്നിട്ട് കൈയുടെയും കാലിൻ്റെ ഒക്കെ കളർ പോയിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ട്രാവലിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ സൺ ടാൻ്റെ പ്രശ്നം ഉണ്ടാവും. അല്ലാണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഒരു എന്താ പറയുക, ഒരു കളർ ചേഞ്ച് നമ്മുടെ സ്കിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ഡ്രൈനെസ് കൈക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിലും കൈയുടെ പുറമേ ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ റെമഡി ഉപകാരപ്പെടും. അപ്പോൾ കൈയുടെയും കാലിൻ്റെയും ഡ്രൈനെസ് 100% മാറ്റി നല്ലൊരു നിറം നൽകാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മളുടെ റെമഡിയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ DIY തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഷുഗറാണ്. ഷുഗർ ബ്രൗൺ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മളുടെ മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട തൈരാണ്. നല്ല പോലെ പുളിച്ച തൈര്. അപ്പോൾ സൺടാനൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നല്ല പുളിച്ച തൈര് നമുക്ക് വേണം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫിയാണ്, ബ്രൂവിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളം വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ആയിപ്പോയത്. പിന്നെ നമുക്കിതിലേക്ക് ഷുഗറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് തൈരും യോജിപ്പിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ജെൻസാണിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മഞ്ഞൾപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി രണ്ടും അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണേ. അതിനുശേഷം യൂസ് ചെയ്യാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഒരുപാട് സമയം പുറത്ത് വയ്ക്കരുത്, കാരണം നമുക്ക് പഞ്ചസാരയുടെ തരിതരി വേണം, എന്നാലേ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റുള്ളൂ. മഞ്ഞൾപ്പൊടിക്ക് പകരം ബോയ്സ് അതിപ്പോൾ ചെറുപയർ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാക്ക് എടുക്കാം. പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആരോറൂട്ട് പൗഡറാണ്. ഓൺലൈൻ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇത് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ ബാലൻസ് ചെയ്യാനായിട്ടും ഒക്കെ ഉപകരിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ബ്രൈറ്റായിട്ടും നമ്മുടെ സ്കിന്നെ സൂക്ഷിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. 2 വലിയ സ്പൂണാണ് നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഉഴുന്ന് നന്നായിട്ട് പൊടിച്ച പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കിൻ വൈറ്റനിങ് മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ നേരത്തെ ഞാൻ നമ്മളുടെ ബോഡി വാഷ് പൗഡറിൽ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നുപൊടി വളരെ നല്ലതാണ്. സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആക്കാൻ ഇത് സഹായിക്കും. നന്നായിട്ട് തരിതരി ഇല്ലാണ്ട് പൊടിച്ചെടുത്ത പൗഡറാണ്. ഇനി ഫൈനലി നമുക്ക് വേണ്ടത് ഹണിയാണ്. ഹണി ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരുടെ യൂസ് ചെയ്യാം. ഡാബറിൻ്റെയോ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സീതാറാമിൻ്റെയാണ്, ഡാബറിൻ്റെയോ ഏതെങ്കിലും ഒരു ഹണി വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ നോക്കാം. നമുക്കിനി പൗഡർ രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഉഴുന്ന് പൊടിച്ചതും അതുപോലെ തന്നെ ആരോറൂട്ട് പൗഡറും കൂടെ നമ്മൾ യോജിപ്പിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് സ്കിന്ന് ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക്, അതുപോലെ സ്കിൻ വൈറ്റനിങ് ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നന്നായിട്ട് മാർദ്ദവം തോന്നാത്തതിന് അല്ലെങ്കിൽ ടാൻ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്ന തൈരാണ്. ബാലൻസിൻ്റെ തൈര് നമ്മളിതിലേക്ക് യോജിപ്പിക്കാം. അതിനുശേഷം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് 2 സ്പൂണ് ഉഴുന്നും 2 സ്പൂണ് ആരോറൂട്ട് പൗഡറും 1 സ്പൂൺ ഹണിയും ബാക്കി തൈരും കൂടെയാണ്. ഇനി നമുക്കിത് കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 1 ദിവസമാണ് നമ്മൾ സ്ക്രബിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് മസാജ് കൊടുത്താൽ മതി. കയ്യിലും നന്നായിട്ട് നോക്കി, നമ്മൾ കാലിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഒരു 5 മിനിറ്റ്
5 മുതൽ 7 മിനിറ്റ് വരെ നന്നായിട്ട് ഒരു റൗണ്ട് മസാജ് കൊടുക്കുക. പഞ്ചസാര തരിതരിയോട് കൂടി തന്നെ യൂസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തരിതരിയൊക്കെ മാറി അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് തരിതരിയോടുകൂടി തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കയ്യിലും കാലിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കുറച്ചൊന്ന് ഫുള്ളായിട്ട് ഡ്രൈ അല്ല, കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. കണ്ടോ, വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിനുശേഷം ചെയ്യേണ്ടത് ഗ്ലിസറിനും റോസ് വാട്ടറും 1:1 എന്ന അളവിൽ മിക്സ് ചെയ്തതിന് ശേഷം കയ്യിലും കാലിലും നമ്മൾ തേച്ച് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് റിസൾട്ട് ലൈവായിട്ട് കാണാം. നന്നായിട്ട് സോഫ്റ്റ് ആവും, ബ്രൈറ്റ്നെസ് ഉണ്ടാവും. ഒറ്റ തവണ തന്നെ ഡിഫറൻസ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്, അതുപോലെ തന്നെ സ്ക്രബുമാണ്. വൺസ് ഇൻ എ വീക്ക് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും സ്ക്രബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ പാക്ക് 2-3 തവണയൊക്കെ യൂസ് ചെയ്യുക. ഇല്ലാച്ചാൽ നമുക്ക് ഒരു തവണയെങ്കിലും ആഴ്ചയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. ആരുടെയെങ്കിലും കാലിൽ ഇതോടൊപ്പം തന്നെ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു ക്രീം ഇത് അവിടെ കാണിച്ചു തരാം. ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ്. അപ്പോൾ അതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തായാലും റിസൾട്ട് കിട്ടിയിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്താണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുന്നതിന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. കാണാൻ പറ്റുമോ? ചിലർ ചോദിക്കാറുണ്ട്, ചേച്ചി വീഡിയോ ഇടാറില്ലേ, കാണാറില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയെന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.